ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 15 വിശുദ്ധ ലൂയിസെ മാരില്ലാക്കിൻ്റെ തിരുനാൾ. ശതവത്സര സമരത്തിൽ പ്രസിദ്ധനായി തീർന്ന ലൂയി മാരില്ലാക്കിൻ്റെ മകൾ ലൂയിസെ മാരില്ലാക്ക് 1591 ആഗസ്റ്റ് 12-ാം തീയതിയാണ് ജനിച്ചത്. 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുകയും പിതാവ് പുനർവിവാഹം നടത്തുകയും ചെയ്തു. ലൂയിസെ ഡൊമിനിക്കൻ മഠത്തിൽ ചേർന്ന് ഗ്രീക്കും ലത്തീനും പഠിച്ചു. 1607 പിതാവ് മരിച്ചതും ലൂയിസെ പീഡാനുഭവ പുത്രികളുടെ മഠത്തിൽ ചേർന്നു. കുറേ നാൾ കഴിഞ്ഞ് സന്യാസം ഉപേക്ഷിച്ച് ലൂയിസെ ആന്റണിലെ ഗ്രാസ് എന്ന ഉദ്യോഗസ്ഥനെ വിവാഹം കഴിച്ചു. മൈക്കിൾ ആൻവ എന്ന ഒരു കുഞ്ഞു ജനിച്ചു. കുറെ കാലങ്ങൾക്ക് ശേഷം 1625 ഡിസംബർ 21-ാം തീയതി ഭർത്താവ് മരിച്ചു. പുനർവിവാഹം കഴിക്കാതെ ലൂയിസെ ദരിദ്ര സേവനത്തിൽ വ്യാപൃതയായി. ഹ്യൂഗ നോട്ട് പാഷാണ്ഡത ഫ്രാൻസിനെ നാശത്തിലേക്ക് തള്ളി. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിന്റെ പ്രസംഗങ്ങളും ഗ്രന്ഥങ്ങളും വിശുദ്ധ വിൻസെന്റ് പോളിന്റെ പരോപകാര പ്രവൃത്തികളും അല്പം വെളിച്ചം വീശിക്കൊണ്ടിരുന്നു. ഫാദർ വിൻസെന്റ് ആരംഭിച്ച ഉപവിയുടെ സാഹോദര്യം എന്ന സംഘടനയിൽ ലൂയിസെ നേഴ്സിംഗ് ക്ലാസുകൾ നടത്തിക്കൊണ്ടിരുന്നു. 1635 മാർച്ച് 25-ാം തീയതി ഉപവിയുടെ സഹോദരിമാരുടെ സഭ സ്ഥാപിതമായി. വ്രതങ്ങളെയും ദൈവവിളികളെയും പറ്റി ലൂയിസെ ഉപദേശങ്ങൾ നൽകി. വെള്ളിയാഴ്ചകളിലും നോമ്പിലെ എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ച് നേടിയ പ്രചോദനത്താൽ ആശുപത്രികളും സ്കൂളുകളും അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും സ്ഥാപിച്ചു. എളിമയിലും ദരിദ്ര സേവനത്തിലും അടിയുറച്ചു നിൽക്കാൻ ഉപദേശിച്ച ലൂയിസെ 69-ാമത്തെ വയസ്സിൽ ആ സ്നേഹദീപം അണഞ്ഞു. ഉപവിയുടെ സഹോദരിമാരുടെ സഭയുടെ സ്ഥാപകയായ വിശുദ്ധ ലൂയിസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.